ഓക്കെ, അപ്പോൾ കാലണ്ടർ ബേസ്ഡ് പ്രോബ്ലംസ് നെറ്റ് എക്സാമിന് ഒരുവിധം എല്ലാ വർഷവും മീൻസ് എല്ലാ എക്സാമിനും ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാലണ്ടർ ബേസ്ഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാറുള്ളൂ, ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും വരാറുണ്ട്. സോ കാലണ്ടർ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നെറ്റിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഒഴിവാക്കി കളയാൻ പറ്റില്ല. സോ ഈ കാലണ്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് സുഖമായിട്ട് ഫോളോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ്, അതേപോലെ തന്നെ എന്താ പറയുക സ്റ്റെപ്പുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ, അതേപോലെ ഷോർട്ട് കട്ട്, ട്രിക്ക്, ഇങ്ങനെ ടിപ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാലണ്ടർ പ്രോബ്ലംസിൽ ഉപയോഗിക്കാൻ പറ്റും. സോ നമുക്ക് ബേസിക് ആയിട്ട് തുടങ്ങാം അല്ലേ. സോ ജസ്റ്റ് ഒന്ന് പറയാം. കാലണ്ടർ പ്രോബ്ലംസിൽ മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇയറിന്റെ കേസിൽ അല്ലേ. നമുക്കറിയാം രണ്ട് തരത്തിലാണ് നമ്മൾ വർഷങ്ങളെ പറയാറ്. ഓർഡിനറി ഇയർ ഉണ്ട്, അതേപോലെ തന്നെ ലീപ്പ് ഇയർ ഉണ്ട്. ക്ലാസ് തുറക്കുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പെന്നും പേപ്പറും കയ്യിലെടുത്തിട്ട് വേണം ഇരിക്കാൻ കേട്ടോ. കാരണം ഞാൻ ഇതിൽ എന്താ പറയുക, നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കി അറിയാം, ഫുള്ള് പ്ലെയിൻ സ്ലൈറ്റ്സാണ് കിടക്കുന്നത്. അതായത് കംപ്ലീറ്റ് നോട്ടും എന്താ ചെയ്യുക, നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ ലെക്ചർ പറഞ്ഞ് എഴുതുകയാണ് ചെയ്യുക. അതായത് ഇതിന്റെ പ്രിന്റഡ് നോട്ട്സ് ഈ ഒരു PDF ഉണ്ടാവില്ല, ഈ ഒരു ഇതിൽ കാണില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുമ്പോൾ അതാത് നോട്ടുകൾ എഴുതിയെടുക്കുക കേട്ടോ. അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിക്കണം. സോ ക്ലാസ്സിലേക്ക് വരാം. രണ്ട് രീതിയിൽ നമുക്ക് വർഷങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. ഓർഡിനറി ഇയർ വരും, ലീപ്പ് ഇയർ വരും. എന്താ ഡിഫറൻസ്? ഓർഡിനറി ഇയർ എന്ന് പറയുമ്പോൾ 365 ദിവസം, ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 366 ദിവസം വരും. ഓക്കെ, ഓർഡിനറി ഇയറിന് 365 ദിവസം ഉണ്ട്, ലീപ്പ് ഇയറിന് 366 ദിവസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ ഒരു കാര്യം, ഇപ്പൊ ലീപ്പ് ഇയർ ആണോ അല്ലേ നമ്മളെങ്ങനെ അറിയാം? ഒരു വർഷം തന്നിട്ട് അത് ലീപ്പ് ഇയർ ആണോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ 2024 എടുക്കാം. നമുക്ക് 2024 ലീപ്പ് ഇയർ ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 2024 ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇയറിന്റെ സെക്കൻഡ് പോർഷൻ, അതായത് ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് എടുക്കുക, 24 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. ഒരു ഇയർ, പെർട്ടിക്കുലർ ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീപ്പ് ഇയർ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇയറിന്റെ ലാസ്റ്റ് പോർഷൻ അഥവാ സെക്കൻഡ് പോർഷൻ 24 എടുത്ത് 24 ഡിവൈഡ് ബൈ 4 ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പറയാം അത് ലീപ്പ് ഇയർ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. ഇപ്പൊ 24ന്റെ കേസിൽ കംപ്ലീറ്റ് ആയിട്ട് പോകൂല്ലേ. 24 എത്ര വരിക? 5 4 20, 6 4 24, 6 ആണ്. കറക്റ്റ് എക്സാക്ട് ആയിട്ട് പോകുന്നുണ്ട്. സോ 2024 എന്താണ്? ലീപ്പ് ഇയർ ആണ്. നേരെ മറിച്ച് 2023 2023 ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 എന്താ വരിക? ലാസ്റ്റ് ടു പോർഷൻസ് എന്ന് പറയുന്നത് 23. 23/4 കറക്റ്റ് എക്സാക്ട് ആയിട്ട് പോവുമോ? ഇല്ല, കാരണം ഇവിടെ 4 20 ആണ് വരിക, റിമൈൻഡർ 3 വന്നു. സോ എക്സാക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. സോ 2023 ലീപ്പ് ഇയർ അല്ല. ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. ഒരു ഇയർ തന്നിട്ട് ലീപ്പ് ഇയർ ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയറിന്റെ സെക്കൻഡ് പോർഷൻ എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആണ്, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ ലെറ്റ്സ് സേ 1000 അല്ലെങ്കിൽ 2000, ഓക്കെ 2000 വേണ്ട, 1900 ലീപ്പ് ഇയർ ആണോ അല്ലേ എങ്ങനെ നമ്മൾ അറിയാം? 1900 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ അല്ലേ എന്നാണ് ചോദ്യം. എങ്ങനെ നമ്മൾ കാണുക? ലാസ്റ്റ് രണ്ട് പോർഷൻ 0 0 കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? ഇതിനെ നമ്മൾ സെഞ്ചുറി എന്നാണ് പറയുക. 1900 എന്നൊക്കെ പറയുന്നത് എന്താണ്? സെഞ്ചുറീസ് ആണ്. 1800, 1600 ഇതെല്ലാം സെഞ്ചുറീസിൽ, 600 കേട്ടോ, സെഞ്ചുറീസിൽ വരുന്നതാ. സെഞ്ചുറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2100 സെഞ്ചുറി ആണ്. ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 4 അല്ല 400 ആണ് ചെയ്യേണ്ടി വരിക കേട്ടോ. കാരണം ലാസ്റ്റ് പോർഷൻ 0 0 ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 400 ആണ് ചെയ്യുക. ഓക്കെ, നോർമൽ ഇയർ ആണെങ്കിൽ ലാസ്റ്റ് പോർഷൻ, ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ്സ് ബൈ 4 ചെയ്യുക. അല്ല സെഞ്ചുറി ആണെങ്കിൽ, അതായത് 1600, 1900 അല്ലെങ്കിൽ 1800, 2100 അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണ്? സെഞ്ചുറീസ് ആണ്. സെഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ? ഡിവൈഡ് ബൈ 400 ചെയ്ത് നോക്കുക. എക്സാക്ട് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇപ്പോൾ 1800 എടുക്കാം, ഡിവൈഡ് ലാസ്റ്റ് 800 ബൈ 400 എക്സാക്ട് ആയിട്ട് പോയില്ലേ? 0 0 പോയി, 0 0 പോയി, 8 4 2 കറക്റ്റ് ആയിട്ട് പോകുന്നില്ലേ? സോ 1800 എന്താണ്? ലീപ്പ് ഇയർ ആണ്. ബട്ട് 1900 എന്തല്ല? ലീപ്പ് ഇയർ അല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും.
സോ അതാണ് ലീപ്പ് ഇയർ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇയറിന്റെ ലാസ്റ്റ് പോർഷൻ ബൈ 4, സെഞ്ചുറി ആണെങ്കിൽ ബൈ 400 എഴുതി വെക്കുക കേട്ടോ. ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങൾ നോട്ട് എഴുതി വെക്കുക, കാരണം ഇത് അങ്ങനെ ഒരു ലെക്ചർ ക്ലാസ് പോലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഇയറിന്റെ ലാസ്റ്റ് പോർഷൻ ഡിവൈഡ് ബൈ 4 ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തല്ല, ലീപ്പ് ഇയർ അല്ല, പകരം എന്താണ്, ഓർഡിനറി ഇയർ ആണത്. അത്രയേ ഉള്ളൂ. ഇനി സെഞ്ചുറീസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 1600, 1900, 1800 അല്ലെങ്കിൽ 2100 അങ്ങനത്തെ വർഷങ്ങളാണെങ്കിൽ അത് നമ്മൾ സെഞ്ചുറീസ് എന്ന് പറയാം. ലാസ്റ്റ് 2 0 ആണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കേസ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 4 നമുക്ക് പറ്റില്ല, അങ്ങനെ ലാസ്റ്റ് 2 zeros ആണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ബൈ 400 ആണ് ചെയ്യുക. സെഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 400. 1800 എന്ന് പറയുന്നത് സെഞ്ചുറി ആണ്. സോ ഡിവൈഡ് ബൈ 400 ചെയ്യുമ്പോൾ എന്ത് വരും, 800/400, 8/4, 00 ക്യാൻസൽ 8/4, 2 കറക്റ്റ് വന്നു. സോ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 1800 എന്താണ്, ലീപ്പ് ഇയർ ആണ്. 1800 ലീപ്പ് ഇയർ ആണ്. അതേപോലെ ഇപ്പോൾ 2000ന്റെ കേസ് എടുക്കാം. 2000 നമുക്ക് 400 ചെയ്യാൻ പറ്റില്ല. 2000 നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ഇയർ ആണ് എടുക്കുക. കാരണം ഇവിടെ നോക്കുക 3 zeros, 3 എടുത്തിട്ട് കാര്യമില്ല, മൊത്തം നമ്മൾ എന്ത് ചെയ്യും, 2000 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ എടുക്കും. അപ്പോൾ 2000 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ട് പോകുന്നില്ലേ, പോകും. കാരണം 2000 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഒരു 500 എക്സാക്ട് ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് പോയി. 500 × 4 ആണ് 2000. സോ 2000 എന്ന് പറയുന്നത് എന്തിനാണ്, ലീപ്പ് ഇയർ ആണ്. സോ ലീപ്പ് ഇയർ ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതൊക്കെ ഒന്ന് വായിച്ചു കളയട്ടെ, അല്ലെങ്കിൽ താഴേക്ക് എഴുതാം അല്ലേ, പിന്നെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതാം, ഓർഡിനറി ഇയർ, ലീപ്പ് ഇയർ എന്നുള്ളത്. ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും നമ്മൾ പറഞ്ഞു. ഓർഡിനറി ഇയർ ആണെങ്കിൽ 365 ദിവസം, ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസമാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ലീപ്പ് ഇയർ ഐഡന്റിഫൈ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഓർഡിനറി ഇയർ ആണെങ്കിൽ ഓഡ് ഡേയ്സ്, അതായത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 1, ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഓഡ് ഡേയ്സ് 2 ആയിരിക്കും കേട്ടോ. കാണാപ്പാടം പഠിക്കാനുള്ളതാണ് ഇതൊക്കെ. ഓർഡിനറി ഇയർ ആണെങ്കിൽ 365 ദിവസമാണ് ഉണ്ടാവുക, ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ആൻഡ് എഗെയിൻ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഓഡ് ഡേയ്സിന്റെ കാര്യം, നമ്പർ ഓഫ് ഓഡ് ഡേയ്സ്. ഇനി എങ്ങനെയാണ് ഈ ഓഡ് ഡേയ്സ് കൂടി പറഞ്ഞത്, അതായത് ഒരു ആഴ്ച എന്ന് പറയുമ്പോൾ 7 ദിവസം, ഇവിടെ എഴുതാം അല്ലെ. ഒരു വീക്ക് എന്ന് പറയുമ്പോൾ 7 ദിവസമാണ് വരിക. ഒരു മാസം എന്ന് പറയുമ്പോൾ എത്ര ആഴ്ച വരും, ഒരു മന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 4 വീക്കാണ് വരിക. ആൻഡ് 1 ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 മന്ത്. സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യം വെറുതെ എഴുതുന്നു കേട്ടോ. ഇനി ഒരു വർഷത്തിൽ അതായത് 1 ഇയറിൽ എത്ര വീക്ക് ഉണ്ട്, എത്ര ആഴ്ചകളുണ്ട്, 52 ആഴ്ച അല്ലെ, 52 വീക്ക്. സോ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ട്. ഈ 365 ദിവസത്തിൽ ഹരിക്കണം 7, അതാണല്ലോ അത്. 365 ഹരിക്കണം 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടുക എത്രയാണ്, 1 ആണ്. സോ അതാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 1 എന്ന് പറയാൻ കാരണം. നിങ്ങളിപ്പോൾ ഈ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നോക്കണമെന്നില്ല, ജസ്റ്റ് കാണാപ്പാടം പഠിച്ചു വെക്കുക. ഓർഡിനറി ഇയർ എന്താണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓർഡിനറി ഇയർ ആണെങ്കിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 1 ആയിരിക്കും. മൊത്തം 365 ദിവസം ഉണ്ട്, ഓഡ് ഡേയ്സ് 1 ആയിരിക്കും. ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. മനസ്സിലാക്കുക. ഇനി എന്തിനാണ് ഇപ്പോൾ ഈ 1, 2 എന്നുള്ള നമ്മൾ പഠിച്ചത് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങളോട് ഒരു ദിവസം പറയാണ്, ലെറ്റ്സ് സേ 1 ജാനുവരി 2002 എടുക്കാം, അല്ലെങ്കിൽ 2001 എടുക്കാം. ലീപ്പിനൊക്കെ പ്രശ്നമാണ്. 2001 എന്ന് പറയുന്നത് ഏതാ ദിവസം കൊടുക്കണം, മൺഡേ ആണെന്ന് കൊടുക്കാം. മൺഡേ, 1 ജാനുവരി 2001 മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ജാനുവരി 2002 എന്ന് പറയുന്നത് ഏതാണ് ദിവസം, ചോദ്യം. 1 ജാനുവരി 2001 മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ജാനുവരി 2002 ഏതാ ദിവസം, അതാണ് ചോദ്യം. അപ്പൊ ആദ്യം നമ്മളിവിടെ നോക്കേണ്ടത് 2001 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ അല്ലേന്നാ. 2001 ലീപ്പ് ഇയർ ആണോ, അല്ല, 01 ആണ്, ഡിവൈഡ് ബൈ 4 പോവില്ല. സോ 2001 ലീപ്പ് ഇയർ അല്ല, ഓർഡിനറി ഇയർ ആണ്. ഓർഡിനറി ഇയറിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്രയാ, 1 ആണ്. അപ്പൊ 2001 ജാനുവരി മൺഡേ ആണെങ്കിൽ 2002 ജാനുവരി 1 എന്തായിരിക്കും, ഇതേ +1, ഓഡ് ഡേയ്സ് 1 ആയതുകൊണ്ട് ഇതേ +1. സോ മൺഡേ +1 കൂട്ടുമ്പോൾ ട്യൂസ്ഡേ. കിട്ടിയോ? ഇനി ഇതേ സാധനം ലീപ്പ് ഇയറിന് ചോദിക്കുകയാണെങ്കിലോ,
ഒരു ലീപ്പ് ഇയർ നമുക്ക് എടുക്കാം, ലീപ്പ് 2004 എടുക്കാം അല്ലേ. 1 ജാനുവരി 2004 എന്ന് പറയുന്നത് മൺഡേ ആണ്. അങ്ങനെയെങ്കിൽ 1 ജാനുവരി 2005 എന്താ, നമ്പർ ഓഫ് ഡേയ്സ് എത്ര, 2. അപ്പം മൺഡേൻ്റെ അപ്പം 2 ദിവസം കൂട്ടണം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. സോ എന്താണ്, വെനസ്ഡേ ആണ് എന്തായിട്ട് വരിക, 1 ജാനുവരി 2005 ആയിട്ട് വരിക. ഇതിനാണ് ആക്ച്വലി നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാണുന്നത്. ഇനി അതേപോലെ ഒരു ഓർഡിനറി ഇയർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 1 ജാനുവരി സ്ക്രോൾ ചെയ്യേണ്ട താഴത്തേക്ക്, ഒരു ഓർഡിനറി ഇയർ ആണ് എന്നുണ്ടെങ്കിൽ ഫോർ ഓർഡിനറി ഇയേഴ്സ്, ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കാം കേട്ടോ അടിയിൽ നിങ്ങൾക്ക്. ഓർഡിനറി ഇയർ ആണെന്നുണ്ടെങ്കിൽ, ഫോർ ഓർഡിനറി ഇയർ ആണെന്നുണ്ടെങ്കിൽ 1 ജാനുവരി 2001 എന്ന് പറയുന്നത് മൺഡേ ആണെങ്കിൽ, ആണ് നല്ലട്ടോ എനിക്കറിയില്ല, 2001 ജാനുവരി 1 മൺഡേ, ജസ്റ്റ് ഊഹം പറയാണ്, ആണെങ്കിൽ 31 ഡിസംബർ 2001 എന്തെന്നെ ആയിരിക്കും, മൺഡേ തന്നെ ആയിരിക്കും. നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് വെക്കേണ്ട ഫാക്റ്റുകളാട്ടോ. അതായത് ഓർഡിനറി ഇയറിൽ ജാനുവരി 1 എന്താണോ ഡേറ്റ്, അല്ലെങ്കിൽ എന്താണോ ഡേ, ഡേറ്റ് അല്ല സോറി ഡേ, അതായത് ഒരു ഓർഡിനറി ഇയറിന്റെ കേസിൽ ജനുവരി 1 ഏതാണോ ദിവസം, അതേ ദിവസമായിരിക്കും ഡിസംബർ 31 വരിക. ഇതൊരു ഫാക്റ്റാണ്. അതേപോലെ 1 ജാനുവരി ഒരു ദിവസം ഒരു വർഷം കൂടുമ്പോൾ 2002 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ദിവസം കൂടും. സോ ട്യൂസ്ഡേ. ഇതെന്താണ്, ഒരു ഫാക്റ്റ് ആണ്, നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കുക. 2001 വെച്ചല്ല പഠിക്കേണ്ട, ഓർഡിനറി ഇയർ ആണെങ്കിൽ, ഓർഡിനറി ഇയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനുവരി 1 ഡിസംബർ 31 സെയിം ഡേ ആയിരിക്കും. അടുത്ത വർഷം ജനുവരി 1 എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടും. ഇനി ലീപ്പ് ഇയർ ആണെങ്കിലോ, ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 1 ജാനുവരി 2004 ആണ് പിന്നെ ലീപ്പ് ഇയർ വരിക. ഈ ലീപ്പ് ഇയർ എങ്ങനെ വരിക എന്നല്ല കേട്ടോ, അതായത് 2000 ലീപ്പ് ഇയർ ആണ് നമ്മൾ പറഞ്ഞു. ഓരോ 4 വർഷത്തിന്റെ ഗ്യാപ്പിലാണ് ലീപ്പ് ഇയർ വരിക കേട്ടോ. ശരിക്കും എങ്ങനെയാണ് ഈ ലീപ്പ് ഇയർ വരുന്നത്, എക്സ്പ്ലനേഷൻ വരുന്നത്, പക്ഷെ നമുക്ക് അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാമിന് ആവശ്യമല്ല പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓരോ 4 ഇയർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ലീപ്പ് ഇയർ വരിക. 2000 ലീപ്പ് ഇയർ ആണ്, 2004 ലീപ്പ് ഇയർ ആണ്, 2008 അങ്ങനെയാണ് ലീപ്പ് ഇയർ പോവുക കേട്ടോ. സോ ഓക്കെ, നമ്മളെന്താ പറയുക, 1 ജാനുവരി 2004 എന്ന് പറയുന്നത് മൺഡേ ആണെങ്കിൽ 31 ഡിസംബർ 2004 എന്ന് പറയുന്നത് എന്താ വരിക, ഒരു 2 ഓഡ് ഡേയ്സ് അവിടെ വന്നിട്ടില്ല, അപ്പോൾ ഒരു ദിവസം ഇവിടെ തന്നെ കൂടണം. മൺഡേ ആണെങ്കിൽ ഡിസംബർ എന്തായിരിക്കും, ട്യൂസ്ഡേ ആയിരിക്കും. ആൻഡ് 1 ജാനുവരി 2005 എന്ന് പറയുന്നത് വെനസ്ഡേ ആയിരിക്കും. ഇത് ഫാക്റ്റുകൾ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് കേട്ടോ. അതായത് ഒരു ഓർഡിനറി ഇയർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓഡ് ഡേ 1 ആണെന്ന് മനസ്സിലാക്കുക. ലീപ്പ് ഇയർ ആണെങ്കിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 2 ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ഓർഡിനറി ഇയറിൽ 1 ജാനുവരി 2001 ഇയർ ഏതാ 2001 1 ജാനുവരി എന്ന് പറയുന്നത് മൺഡേ ആണെങ്കിൽ 2001 ഡിസംബർ 31 എന്ത് തന്നെ ആയിരിക്കും, മൺഡേ തന്നെ ആയിരിക്കും. 2002 ജാനുവരി 1 ട്യൂസ്ഡേ ആയിരിക്കും, ഒരു ദിവസം കൂടും, കാരണം നമ്പർ ഓഫ് 4 ഡേയ്സ് 1 ആണ്. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ 1 ജാനുവരി 2004 മൺഡേ ആണെങ്കിൽ 31 ഡിസംബർ 2004 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരിക്കും, അതായത് ഒരു ദിവസം കൂടും. ആൻഡ് ലീപ്പ് നമ്പർ ഓഫ് 4 ഡേയ്സ് 2 ആണ്. സോ അടുത്ത വർഷം അതായത് 2005 ജാനുവരി 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ദിവസം കൂടും. സോ മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും. ഇത് ഫാക്റ്റ് ആണ്, നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, എന്നിട്ടല്ലേ എന്തിനാണ് പഠിക്കുന്നത് ആദ്യം അറിയണ്ടല്ലേ, എന്തിന് ഷോർട്ട് കട്ട് ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. പഠിക്കുന്നത് ആദ്യം അറിയണ്ടല്ലേ, എന്തിന് ഷോർട്ട് കട്ട് ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം.